അപ്പോഴേ നമുക്ക് ഈ കുഞ്ഞു ചിറകിനെ കരുവാ വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇന്നലെ ഇത് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് വയറിറച്ച് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം മീനിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വയറ് ഭാഗത്ത് നിന്ന് ഒന്ന് കീറിയിട്ട് അതിൻ്റെ കുടൽ അങ്ങോട്ട് വലിച്ച് കളയാം കേട്ടോ. പിന്നെ ഇതിന് ആരും ഒന്നുമില്ല, കുഞ്ഞായതുകൊണ്ടേ. പിന്നെ തൊലി പോരുന്നെങ്കിൽ മാത്രം കൂടെ തൊലി കളഞ്ഞാൽ മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാവേ. ഇനി അതിനൊരു ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും 2 കഷ്ണം ഓട്ടുപുളി എന്ന് പറഞ്ഞാൽ കുടംപുളിയും ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാം. 2 തിള തിളക്കുമ്പോൾ തന്നെ അത് ആവും കട്ട ചെറുതായതുകൊണ്ടിട്ട് ഇനി ആ വെള്ളവും നമുക്ക് മാറ്റാം. ആ 2 കഷ്ണം ഓട്ടുപുളിയും പെറുക്കി മാറ്റിയിട്ട് മീനിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. എന്നിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുഴുവൻ കുരുമുളക്, മഞ്ഞൾപ്പൊടി, നേരി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. എൻ്റെ അടുത്ത് മുഴുവൻ കുരുമുളക് ഇല്ലാത്ത കൊണ്ടിട്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ വഴറ്റിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് ആ എണ്ണയിൽ കൂടെ ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒതുക്കി വെച്ചതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കരുവാ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.